ആകാശത്തും കരയിലും ശത്രുവിനെ പിടികൊടുക്കാതെ പോരാടിയ ഇറാൻ ഇപ്പോൾ ഭൂമിക്ക് അടിയിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന തങ്ങളുടെ സൈനിക ശേഖരം പുറത്തെടുത്ത് പ്രതിരോധത്തിന്റെ പുതിയ കവചം തീർക്കുകയാണ്. അതിനിടയിൽ ആണവ നയങ്ങളിൽ അമേരിക്ക ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്ന രൂക്ഷ വിമർശനവുമായി ഇറാൻ രംഗത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ആണവ ആയുധ വ്യാപനം നടത്തുന്നത് അമേരിക്കയാണെന്നും ഇറാനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാന്റെ UN മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഭരണകൂടത്തിന്റെയും നയങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ നീക്കം. പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ സമാധാന ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ആണവ നിർവ്യാപന കരാറിലും തട്ടി നിൽക്കവെയാണ് ട്രംപിനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയത്. ആണവ നിർവ്യാപന ഏജൻസിയുടെ കൃത്യമായ മേൽനോട്ടമുള്ള കാലത്തോളം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധിയില്ലെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും രാജ്യാന്തര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇതെന്നും ഇറാൻ ആവർത്തിച്ചു. എന്നാൽ സ്വന്തം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന അമേരിക്ക മറ്റുള്ളവർക്കുമേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇറാന്റെ പുതിയ പ്രസ്താവന അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കവേ സുപ്രധാന നീക്കവുമായി റഷ്യയും രംഗത്തെത്തി. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു റഷ്യ. ഇറാൻ അമേരിക്ക ചർച്ചകളിലെ സ്തംഭനത്തിനിടെ ഇറാനുമായി ചർച്ച നടത്തി. ആണവ വിഷയത്തിലെ പരിഹാരവും ഹോർമൂസ് പ്രതിസന്ധിയും ഇറാനും റഷ്യയും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിലാണ് സംസാരിച്ചത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കത്തെ ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് റഷ്യൻ മധ്യസ്ഥതയ്ക്ക് ഇറാൻ നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഇതുവരെയും ഈ നീക്കത്തെ അനുകൂലിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലെ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ റഷ്യൻ നീക്കത്തിന് അമേരിക്ക പച്ചക്കൊടി കാട്ടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൂടാതെ വ്യാപാര കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് യൂറോപ്യൻ യൂണിയനുമേൽ അധിക തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. കാറുകൾക്കും ട്രക്കുകൾക്കും 25% തീരുവയാണ് US പ്രസിഡന്റ് ചുമത്തിയത്. യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ച വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് US പ്രസിഡന്റിന്റെ നടപടി. യൂറോപ്യൻ യൂണിയനുകൾ നമ്മുടെ വ്യാപാര കരാർ അംഗീകരിക്കുന്നില്ല. അതിനാൽ അടുത്ത ആഴ്ച മുതൽ അവിടെ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന ട്രക്കുകൾക്കും കാറുകൾക്കും 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചത്. ട്രക്കുകളും കാറുകളും US പ്ലാന്റുകളിൽ നിർമ്മിക്കണമെന്ന വ്യവസ്ഥ പാലിച്ചു എന്നാരോപിച്ചാണ് നടപടിയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US അവർ ട്രക്കുകളും കാറുകളും നിർമ്മിക്കുകയാണെങ്കിൽ താരിഫ് ഉണ്ടാകില്ല. പലരും അത്തരത്തിൽ ട്രക്ക് നിർമ്മാണ പ്ലാന്റുകൾ US ആരംഭിക്കുന്നുണ്ട്. അവർക്ക് 0 തീരുവയാണ് നിലവിൽ ഉള്ളതെന്നും ട്രംപ് അവകാശപ്പെട്ടു. പല കമ്പനികളും $100 ബില്യൺ വരെ US ഇത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. 2025 ജൂലൈയിൽ ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഒരു പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ നിർണായക നീക്കം. കരാർ പ്രകാരം ഓട്ടോമൊബൈലുകളും ഓട്ടോ പാർട്സും ഉൾപ്പെടെയുള്ള മിക്ക സാധനങ്ങൾക്കും 15% താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ കരാറിനെ കുറിച്ച് കേട്ടതായും കൂടുതൽ വ്യക്തതകൾക്കായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാനുമേൽ വീണ്ടും ആക്രമണം നടത്തുമോ എന്ന ചോദ്യത്തിന് അവർ മോശമായി പെരുമാറിയാൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. എങ്കിലും മാനുഷിക പരിഗണന വെച്ച് സൈനിക നീക്കത്തിന് താൻ താൽപര്യപ്പെടുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അമേരിക്കയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ധനവിലയും അവശ്യവസ്തുക്കളുടെ വിലയിലും ഗണ്യമായ വർധനമുണ്ടായി. ഇത് നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക റിപ്പബ്ലിക്കൻ ക്യാമ്പിലുണ്ട്. ഇറാന് ചുറ്റുമുള്ള US സേനയെ പിൻവലിക്കുക, ഉപരോധം നീക്കുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകുക, യുദ്ധത്തിലുണ്ടായ നാശങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഇനി ഒരിക്കലും ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. അതേസമയം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് $8.6 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകി. അത്യാധുനിക സൈനിക ഹാർഡ്വെയറുകളും അനുബന്ധ സേവനങ്ങളും ഇതിൽ ഉൾപ്പെടും. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സഖ്യകക്ഷികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആയുധ വിൽപ്പന എന്നാണ് അമേരിക്കയുടെ വാദം. വെടിനിർത്തൽ കരാറിന് ഇടയിലും തെക്കൻ ലെബനനിലെ ഇസ്രായേലിന്റെ സൈനിക നടപടി തുടരുകയാണ്.
മാർച്ച് 2 മുതലുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ ലെബനനിൽ ഇതുവരെ 2659 പേരാണ് കൊല്ലപ്പെട്ടത്. 8183 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഇറാനിലെ സൈനിക നടപടിക്ക് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം വാങ്ങാനുള്ള 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ളതിനാൽ 60 ദിവസ കാലാവധി ബാധകമല്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. കോൺഗ്രസ് അംഗങ്ങൾക്ക് എഴുതിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ നിലവിലെ വെടിനിർത്തലിനെ യുദ്ധം അവസാനിച്ചതായി കണക്കാക്കാൻ കഴിയില്ല എന്നും 60 ദിവസ സമയപരിധി മെയ് 1 തന്നെ അവസാനിച്ചു എന്നുമാണ് ഡെമോക്രാറ്റുകളുടെ വാദം.